വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും DGPയും തമ്മിലാണ് കൂടിക്കാഴ്ച. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി ചർച്ച നടത്തി എന്ന വാർത്ത രാഷ്ട്രീയ കോളിളക്കം കൂടി സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നത്. പ്രത്യേകിച്ച് മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഇതുമായി ബന്ധപ്പെട്ട എതിർസ്വരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുതിർന്ന CPIM നേതാവ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതികരണം വന്നത് RSSുമായി ADGP എന്നല്ല ആർക്കും കൂട്ടുപാടില്ല എന്നതാണ് CPIMന്റെ പ്രഖ്യാപിത നയം എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ CPIയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് എന്ത് വിജ്ഞാനമാണ് RSS നേതാക്കളുമായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP പങ്കുവച്ചത് എന്ന് അറിയണം എന്നുള്ളതാണ്. മുന്നണിക്കകത്ത് നിന്ന് ഭിന്നസ്വരം ഉയരുന്നു, പാർട്ടിക്കകത്ത് നിന്ന് ഭിന്നസ്വരം ഉയരുന്നു. അതിലേറെ വലിയ വിമർശനം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. RSSും മുഖ്യമന്ത്രിയുമായി അന്തർധാരയുണ്ട് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിക്കുന്നു. പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത്തരം ആരോപണങ്ങൾ സർക്കാരിനെയും CPIMനെയും വേട്ടയാടുന്നതിനിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ക്ലിഫ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് മുഖ്യമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ADGP അജിത് കുമാറിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക്, അടിയന്തര നടപടിക്ക് സാധ്യതയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. മാത്രവുമല്ല, അജിത് കുമാറിനെതിരെ മറ്റു പലതരത്തിലുമുള്ള വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടത്തിയുന്നതിന് സഹായിച്ചത് MR അജിത് കുമാർ ആണ് എന്ന് അതേ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള സരിത് ആണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. എല്ലാ നിർദ്ദേശങ്ങളും അജിത് കുമാറാണ് നൽകിയത് എന്ന വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ അത് നിഷേധിക്കാൻ സ്വപ്ന തയ്യാറായില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു ചില കേസുകളിൽ കൂടിയൊക്കെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ അടക്കം പുറത്തുവന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം. ഏറ്റവും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പോലീസ് മേധാവിയുമായുള്ള കൂടിക്കാഴ്ച തുടരുന്നു എന്നത് ആ നിലയിലും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെടുക ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും തന്നെ ആയിരിക്കുമെന്ന് വേണം നമുക്ക് ഈ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, നിർണായകമായ കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്, എന്താണ് വിവരങ്ങൾ? നിർണായക കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നമുക്കറിയാം ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. നേരത്തെ അത് ഒരു ആരോപണമായി ഉണ്ടെങ്കിൽ ഇന്നത്തോടുകൂടിയ വാർത്തയ്ക്ക് സ്ഥിരീകരണം അജിത് കുമാർ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രിക്ക് ഒരു വിശദീകരണം നൽകിയത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് തന്നെ, തൃശ്ശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നാലെ തിരുവനന്തപുരത്ത് കോവളത്ത് രാംമാധവ് എന്ന RSS നേതാവുമായും ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായും സംസ്ഥാന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തിന് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ചോദ്യം ഉയർന്നു വരും. അത് വ്യക്തിപരമാണോ എന്ന ചോദ്യം ഉയർന്നു വരും. പക്ഷെ പ്രതിപക്ഷം അതിനെ കാണുന്നത് അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയായിരുന്നില്ല. സർക്കാരിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി, മുഖ്യമന്ത്രി ദൂതനായി അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതാണ്. പല കാര്യങ്ങൾ ലാവ്ലിൻ കേസുണ്ട്, സർക്കാരും മുഖ്യമന്ത്രിയും BJPയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടാൻ ലാവ്ലിൻ കേസുണ്ട്. അതിനുശേഷം തൃശ്ശൂർ പൂരം കടക്കാനുള്ള നീക്കങ്ങൾക്ക് സർക്കാർ തന്നെ CPIM തന്നെ മുൻകൈയെടുക്കുന്ന ആരോപണമുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾക്കെതിരായ അന്വേഷണമുണ്ട്, അതിന്റെ സെറ്റിൽമെന്റ് എന്ന ആരോപണമുണ്ട്. അത്തരത്തിൽ തൃശ്ശൂരിൽ ഒരു സീറ്റ് BJPക്ക് വാഗ്ദാനം ചെയ്തു CPIM എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അത് വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാവുകയാണ് ADGPയുടെ കൂടിക്കാഴ്ച. അതിന്റെ കാരണം എന്താ? സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമല്ല എന്ന് സ്വാഭാവികമായും അത് സ്ഥാപിക്കാൻ സർക്കാർ നിർബന്ധിതമായി തീരും. അതുകൊണ്ടാണ്
അജിത് കുമാറിന്റെ കാര്യത്തിൽ നേരത്തെ അൻവർ ആരോപണം ഉയർത്തിയപ്പോൾ പോലുള്ള ഒരു പ്രതിരോധം ഈ CPIയുടെ ഭാഗത്ത് സാധ്യമല്ല. CPI കടുത്ത അതിർത്തിയിലാണ്. അത് തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ തന്നെ അങ്ങനെ ഒരു അതിർത്തിയുണ്ട്. അതിനിടയിലാണ് വീണ്ടും കൂടിക്കാഴ്ചയുടെ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത്. അജിത് കുമാറിനെതിരെ നടപടി നേരത്തെ തന്നെ DGP സർക്കാരിനോട് ആവശ്യപ്പെട്ടതായ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിനിർത്തിയുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി അതിനോട് യോജിച്ചില്ല. അതുകൊണ്ടാണ് അജിത് കുമാർ ഇപ്പോഴും ആ ചുമതലയെ തുടരുന്നതെന്ന വിമർശനമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. ഒരുപക്ഷെ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ. BJP ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. സർക്കാരിനും മുഖ്യമന്ത്രിക്കും മുന്നിൽ അങ്ങനെ അജിത് കുമാറിനെ സംരക്ഷിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉരുത്തിരിക്കുന്നത്. രാഷ്ട്രീയം അത്രമേൽ CPIന് എതിരായി മാറുന്നു. അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയുടെ നാമഭാരം അത് സർക്കാർ അറിഞ്ഞാണെങ്കിലും അല്ലെങ്കിലും പൂർണ്ണമായും സർക്കാരിന് ചുമലിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്ന് സർക്കാർ രക്ഷപ്പെടാനുള്ള ഏക വഴി അജിത് കുമാറിനെ ഇവരെ നടപടി സ്വീകരിക്കുക മാത്രമാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകനുസരിച്ച് അങ്ങനെ നിർബന്ധിതമായ ഒരു നടപടിയിലേക്ക് അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്.